നമസ്കാരം, ഞാൻ സാൻഡ്ര, കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റ് ഓഫ് മൈൻഡ് ആൻഡ് ബിഹേവിയർ സെൻറ്റർ. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം സ്പേൺഡ് ലവിനെ കുറിച്ചിട്ടാണ്. സ്പേൺഡ് ലവ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് ബേസിക്കലി ലവ് ദാറ്റ് ഈസ് റിജക്റ്റഡ് ഓർ അബാൻഡൻഡ്. അതായത് ഒരു പേഴ്സൻ്റെ ഫീലിങ്സ് മറ്റേ ആൾ തിരിച്ച് റെസിപ്രോക്കേറ്റ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ റിട്ടേൺ ചെയ്യുന്നില്ല എന്നുള്ളൊരു most often it is in a romantic context ആണ് ഇത് കാണുന്നത്. ഇറ്റ്സ് എ പെയിൻഫുൾ എക്സ്പീരിയൻസ്. ഇറ്റ്സ് ആക്ച്വലി ഒരു ദിസ് ടേം ഇസ് ഓൾസോ നോൺ ആസ് അൺറിക്വറ്റഡ് ലവ് എന്നും പറയും സ്പേൺഡ് ലവിനെ. സോ അൺറിക്വറ്റഡ് ലവ് എന്ന് പറയുമ്പോൾ ആ പേഴ്സൻ്റെ ഫീലിങ്സ് മറ്റേ ആൾ റിട്ടേൺ ചെയ്യുന്നില്ല, ഇറ്റ്സ് നോട്ട് റെസിപ്രോക്കേറ്റിംഗ് ബാക്ക്. അപ്പോൾ സോ ഇവിടെ ദാറ്റ് ക്യാൻ ലീഡ് ടു ആൻ ഇമോഷണൽ ടെർമോയിൽ, ദറ്റ് ഈസ് എൻ ഇമോഷണൽ പെയിനിലേക്ക് അത് ലീഡ് ചെയ്യാം. അപ്പോൾ അവിടെ ഒരു സെൽഫ് ഡൗട്ടും കൺഫ്യൂഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സോ ദിസ് ടേം ആക്ച്വലി ഇംപ്ലൈസ് ഒരു സെൻസ് ഓഫ് ഒരു റിജക്ഷൻ ആണ് ഇവിടെ, ഒരു ഡീപ്പ് സെൻസ് ഓഫ് റിജക്ഷൻ ബൈ സമ്മൺ യു കെയർ ഫോർ ഓർ സമ്മൺ യു ലവ്. ഓക്കെ, അപ്പോൾ സോ ഇവിടെ ഇതിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് പറയാനാണെങ്കിൽ അറ്റ്മോസ്റ്റ് കോറായിട്ട് വരുന്നത് റിജക്ഷനാണ്. ആ പേഴ്സൺ നമ്മളെ ആ ഒരു ഓപ്പോസിറ്റ് പേഴ്സൺ ഈസ് റിജക്റ്റിംഗ് അസ്, അല്ലെങ്കിൽ നമ്മളെ പ്രപ്പോസ് ചെയ്യുന്നത്, പ്രപ്പോസൽ റിജക്റ്റ് ചെയ്യുക, അങ്ങനെയുള്ള ഒരു റിജക്ഷൻ ഇവിടെ മെയിനായിട്ടും വരുന്നുണ്ട്. ആൻഡ് ദ നെക്സ്റ്റ് ഫീച്ചർ എന്ന് പറയുമ്പോൾ അൺറിക്വറ്റഡ് ഫീലിങ്സ് അല്ലെങ്കിൽ അൺറെസിപ്രോക്കേറ്റഡ് ഫീലിങ്സ് ആണ് ഉണ്ടാകുന്നത്. അപ്പം അത് ഇറ്റ് ക്യാൻ ബി ബിക്കോസ് ഓഫ് ആ ഒരാൾക്ക് ദേ നീഡ് മേ ബി എ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് റിലേഷൻഷിപ്പ്, മേ ബി ലൈക്ക് എ ഫ്രണ്ട്ഷിപ്പ് ആകാം, അല്ലെങ്കിൽ ചിലപ്പോൾ അതൊരു ഡയറക്റ്റ് റിജക്ഷൻ്റെ ഭാഗമായിരിക്കാം. അവർക്ക് അതിനോടൊരു ഇൻട്രസ്റ്റ്, ലാക്ക് ഓഫ് ഫീലിങ്സ് ആ പേഴ്സൺ ഉണ്ടാകാത്തത് കൊണ്ടാകാം അങ്ങനെ ഒരു ഇത് വരുന്നത്. ദെൻ ദ തേർഡ് ഫീച്ചർ ഇസ് ഇമോഷണൽ പെയിൻ, ഇമോഷണൽ ടെർമോയിലാണ്. വിത്ത് ദാറ്റ് അതിൻ്റെ കൂടെ ഉണ്ടാകുന്ന കുറേ നമ്മുടെ ലോ സെൽഫ് എസ്റ്റീം, നമ്മുടെ ഇൻസെക്യൂരിറ്റീസ് ഡെവലപ്പ് ചെയ്യാൻ ചാൻസസ് കൂടുതലാണ്. നമ്മളുടെ തന്നെ ഒരു വാല്യൂവിനെ, ഒരു വർത്ത്ലെസ്നെസ് ഫീലൊക്കെ അവിടെ ഡെവലപ്പ് ചെയ്യാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. ദെൻ ഒബ്സസീവ് ആയിട്ടുള്ള തോട്ട്സ്, നമുക്ക് ഭയങ്കരമായിട്ടും ഒരു ദാറ്റ് പേഴ്സൺ കനോട്ട് സ്റ്റോപ്പ് തിങ്കിങ് അബൌട്ട് ദ അതർ വൺ. ലൈക്ക് ഈ റിജക്റ്റ് ആകപ്പെട്ട പേഴ്സണക്ക് ദേ ആർ നോട്ട് ഏബിൾ ടു ഗെറ്റ് റിഡ് ഓഫ് ദം, അല്ലെങ്കിൽ ഗെറ്റ് റിഡ് ഓഫ് ദെയർ മേ ബി ലൈക്ക് ദെയർ ഇമേജ്, അവരോട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളും അവർക്ക് പെട്ടെന്ന് അങ്ങോട്ട് അതിൽ നിന്ന് മൂവ് ഓൺ ആവാൻ പറ്റുന്നില്ല. ദേ ആർ വെരി സ്ട്രഗ്ലിംഗ് ടു മൂവ് ഓൺ. ദാറ്റ് ഈസ് അനദർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇൻ സ്പേൺഡ് ലവ്. പിന്നെ സെൽഫ് ഡിസ്ട്രക്റ്റിംഗ് ബിഹേവിയേഴ്സ് ഉണ്ടാവും, സെൽഫ് ഹാർമിംഗ് ബിഹേവിയേഴ്സ് ഉണ്ടാവും ടു കോപ്പ് ആസ് എ കോപ്പിംഗ് മെക്കാനിസം, ബട്ട് ഇറ്റ്സ് എ വെരി അൺഹെൽത്തി കോപ്പിംഗ് മെക്കാനിസം. സെൽഫ് ഡിസ്ട്രക്റ്റീവായിട്ട് അവർ സെൽഫ് ഹാം ചെയ്യുക, അങ്ങനെ ഒരു രീതിയിൽ പെയിൻ, അവർക്ക് ഉണ്ടാകുന്ന ഇമോഷണൽ പെയിൻ അവർ ഫിസിക്കൽ പെയിനിലേക്ക് അത് ഇൻഫ്ലിക്റ്റ് ചെയ്യുന്ന ഒരു രീതിയാണ് വേറൊരു ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയാനായിട്ട്. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഈ ഒരു ഇമോഷണൽ ടെർമോയിലിൻ്റെ ഭാഗമായിട്ട്, അല്ലെങ്കിൽ ഈ ഇമോഷണൽ പെയിനിൻ്റെ ഭാഗമായിട്ട് അവരൊരു വെഞ്ച്ഫുൾ ബിഹേവിയറിലേക്കും ഏർപ്പെടാനായിട്ടുള്ള സാധ്യതകൾ വളരെ വളരെ കൂടുതലാണ്. നമ്മളിപ്പോൾ ഇവിടെ തന്നെ കേരളത്തിലാണെങ്കിലും ഈവൻ ഇന്ത്യയുടെ നോർത്ത് ഇന്ത്യൻ സൈഡിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരുപാട് ന്യൂസുകൾ നമുക്ക് കേട്ടിട്ടുണ്ടാവും. ഇങ്ങനെ റിജക്റ്റഡ് ലവിന്, പ്രണയം നിരസിച്ചത് കൊണ്ടിട്ട് ആ പെൺകുട്ടി ആൺകുട്ടിയെയും അതുപോലെ ആൺകുട്ടി പെൺകുട്ടിയെയും രണ്ടും വൈസ് വേഴ്സ അവർ രണ്ടുപേരെയും കൊല്ലുകയും അതുപോലെ തന്നെ ഹാം ചെയ്യുകയും, അങ്ങനെ ഒരു വയലൻസ്, ഒരു ആൻറ്റി സോഷ്യൽ ആയിട്ടുള്ളൊരു ബിഹേവിയറിലേക്ക് ഏർപ്പെടുകയും ചെയ്യുന്ന ഒരു അവസ്ഥ. സോ ഇങ്ങനൊരു വെഞ്ച്ഫുൾ ബിഹേവിയറിലേക്ക് വരാനായിട്ടുള്ള കാരണം തന്നെ അവരുടെ ഇൻറ്റൻസ് ആയിട്ടുള്ളൊരു നെഗറ്റീവ് ഇമോഷൻസ്, അല്ലെങ്കിൽ ഒരു ഇമോഷണൽ റെഗുലേഷന് വേണ്ടിയിട്ടാണ് അവർ അതിലേക്ക് ഏർപ്പെടുന്നത്. പിന്നെ ചില സ്പെസിഫിക് ആയിട്ടുള്ള പേഴ്സണാലിറ്റി ട്രെയ്റ്റ്സ് ഉള്ളവരും ഈ പറയുന്ന പോലെ ഇതിലേക്ക് വരാം, ഈ ഒരു റിവെഞ്ച്ഫുൾ ബിഹേവിയറിലേക്ക്. ഡാർക്ക് ട്രയാഡ് പേഴ്സണാലിറ്റി ഉള്ളവരിലേക്കൊക്കെ നമ്മളിത് കാണാം. അപ്പോൾ ഇതിനോട് റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു സിൻഡ്രോമാണ് ജിൽറ്റഡ് ലവർ സിൻഡ്രോം. സോ ജിൽറ്റഡ് ലവർ ഇസ് ദ പേഴ്സൺ ഹു ഗോട്ട് റിജക്റ്റഡ്.
ഓക്കെ. അപ്പോൾ അവിടെ അപ്പോൾ ഈ ഒരു സിൻഡ്രോമിൽ മെയിനായിട്ടും ഒരു റിജക്ഷൻ സെൻസിറ്റിവിറ്റിയാണ് പറയുന്നത്. അവർക്ക് ആ ഒരു റിജക്ഷനിലേക്ക് അവർക്ക് അക്സെപ്റ്റ് ചെയ്യാനും അവർക്കത് ഉൾക്കൊള്ളാൻ പറ്റാത്തത് കൊണ്ടിട്ട് തന്നെ അവർ വളരെ ഒരു ഇൻറ്റൻസ് ഇമോഷണൽ പെയിനിലൂടെ കടന്നു പോകുന്നു. ലോ സെൽഫ് എസ്റ്റീം, ആങ്സൈറ്റി, വളരെ ഒബ്സസീവ് ആയിട്ടുള്ള തോട്ട്സിൽ ഒക്കെ ആകുന്നു. ഒരു ഇമോഷണൽ ഡിസ്റെഗുലേഷൻ അവിടെ കൂടുതലും സംഭവിക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെയുള്ള ഒരു ഇമ്പൾസീവ് ബിഹേവിയർ, ഈ ഇമ്പൾസീവ് ബിഹേവിയറിൻ്റെ ഭാഗമായിട്ട് അവർക്ക് വളരെ വയലൻറ്റ് അഗ്രസീവ് ആയിട്ടുള്ളൊരു ബിഹേവിയറിലേക്ക് വരെ അവർക്ക് ഇൻവോൾവ് ആകാം. സോ അങ്ങനത്തെ ചിലപ്പോൾ സോഷ്യൽ വിഡ്രോവൽ, ഈവൻ ഫിസിക്കൽ സിംറ്റംസ്, ആങ്സൈറ്റി റിലേറ്റ് ചെയ്തിട്ടുള്ള ഫിസിക്കൽ സിംറ്റംസും പാനിക് അറ്റാക്സ് ഒക്കെ ഉണ്ടാവാം. സോ ഇതൊരു ജിൽറ്റഡ് ലവർ സിൻഡ്രോം, ഇറ്റ്സ് റിലേറ്റഡ് ടു സ്പോൺഡ് ലവ്. സോ ഇറ്റ് ഈസ് എ വെരി കൊളോക്കിയൽ ടേം യൂസ്ഡ് ഫോർ ഒരു വളരെ ക്രിമിനൽ ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ റിവെഞ്ച്ഫുൾ ആയിട്ടുള്ള ബിഹേവിയറിലേക്ക് ഏർപ്പെടാനായിട്ടുള്ള ഒരു സാധ്യത ഉണ്ടെന്നുള്ളതാണ്. സോ സ്പോൺഡ് ലവ് ഇറ്റ് ക്യാൻ ലീഡ് ടു ഒരു റിവെഞ്ച് ബിഹേവിയർ. അത് അവിടെ ഒരു ഇറ്റ്സ് എൻ ഇമോഷണൽ റെസ്പോൺസ് ടു ദ റിജക്ഷൻ. ആ പേഴ്സണ് കിട്ടിയ റിജക്ഷൻ, ആൾക്ക് കിട്ടിയ റിജക്ഷനോടുള്ള ഒരു ഇമോഷണൽ റെസ്പോൺസ് ആണ് ഈ ഒരു റിവെഞ്ച് എന്ന് പറയുമ്പോൾ. അവർക്ക് ആ ഫീലിംഗ് റിവെഞ്ച് എടുക്കണം, അല്ലെങ്കിൽ ആ ഒരു ഹ്യൂമിലിയേഷനോട്, അല്ലെങ്കിൽ ആ ഒരു ലോസ് ഓഫ് പവർ, അല്ലെങ്കിൽ അവർക്കൊരു ഇൻജസ്റ്റിസ് അവിടെ പെർസീവ്ഡ് ആയപ്പോൾ ഉണ്ടാവുന്ന ഒരു ഇമോഷണൽ റെസ്പോൺസ് ആണ് റിവെഞ്ച് എന്ന് പറയുന്നത്. സോ ഇത് റിവെഞ്ച് എടുക്കാനായിട്ടുള്ള കാരണങ്ങൾ എന്ന് പറയുമ്പോൾ ഇൻ ഓർഡർ ടു റിസ്റ്റോർ ദെയർ പവർ ആൻഡ് ദെയർ കൺട്രോൾ എന്നും വേണമെങ്കിൽ നമുക്ക് പറയാം. അതായത് ഈ ഒരു റിജക്ഷൻ വരുമ്പോഴേക്കും ദേ ഫീൽ വെരി ഹെൽപ്ലെസ് ആൻഡ് വെരി പവർലെസ്. അപ്പോൾ ഈ ഒരു പവർ റീഗെയിൻ ചെയ്യാൻ, ഈ ഒരു കൺട്രോൾ റീഗെയിൻ ചെയ്യാനും ആ ഒരു ഇംബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു പവർ, ആ ഇംബാലൻസ് പവർ ഒന്ന് എന്താ പറയുക റിവേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണിക്കാം ഈ ഒരു റിവെഞ്ചിലേക്ക് അവർ ബിഹേവിയറിലേക്ക് ഏർപ്പെടുന്നത്. നീഡ് ഫോർ ജസ്റ്റിസ്, അതായത് ആ ഒരു മോറൽ ബാലൻസ് റിസ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം മറ്റേ ആളും ഞാൻ അനുഭവിച്ച അതേ പെയിനിലൂടെ ആളും കടന്നു പോകണം, ആ ഒരു ജസ്റ്റിസിലേക്ക് കിട്ടാൻ വേണ്ടിയിട്ട് അവർ റിവെഞ്ചിലേക്ക് എടുത്ത് ചാടാം. അൺപ്രോസസ്ഡ് ഇമോഷൻസ്, അൺപ്രോസസ്ഡ് പെയിൻ ആൻഡ് ആങ്കർ, ദേഷ്യവും വേദനയൊക്കെ ഒരു അൺപ്രോസസ്ഡ് ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണെങ്കിലും ഈ പറയുന്ന പോലെ റിവെഞ്ചിലേക്ക് അവർ ഇൻവോൾവ് ആകാം. ഈഗോ ഡിഫെൻസ്, ഇപ്പോൾ പ്രത്യേകിച്ച് NPD നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഒക്കെ ഉള്ളൊരു ആളാണെങ്കിൽ അവരുടെ സെൽഫ് എസ്റ്റീമും അവരുടെ ഈഗോയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും അവർ റിവെഞ്ച്ഫുൾ ബിഹേവിയറിൽ ഏർപ്പെടാം. പേഴ്സണാലിറ്റി ട്രൈറ്റ്സ് നേരത്തെ പറഞ്ഞ പോലെ ഒരു ഡാർക്ക് ട്രയഡ് പേഴ്സണാലിറ്റി, സൈക്കോപ്പതി, മാക്യവെലിനിസം അല്ലെങ്കിൽ നാർസിസം പോലെയുള്ള പേഴ്സണാലിറ്റീസിലൊക്കെ അവർ ഈ ഒരു റിവെഞ്ച് ടേക്കിംഗ് ബിഹേവിയർ, റിസ്കിങ് ടേക്കിംഗ് ബിഹേവിയറിലേക്ക് പോകാനായിട്ട് സാധ്യത വളരെ വളരെ കൂടുതലാണ്. അപ്പം എത്തരത്തിലുള്ള റിവെഞ്ച്ഫുൾ ബിഹേവിയറിലേക്കൊക്കെ അവർ ഏർപ്പെടാം എന്ന് പറയുകയാണെങ്കിൽ ഇമോഷണൽ ആൻഡ് വെർബൽ അബ്യൂസ്, അതായത് വളരെ മീൻ ആയിട്ടുള്ള വളരെ ഹെയ്റ്റ്ഫുൾ തിങ്സ് ഈ വ്യക്തിയുടെ അടുത്ത് പറയുക. ആൻഡ് സോഷ്യൽ സാബോട്ടേജ് എന്ന് പറയുമ്പോൾ നമ്മൾ ബൈ യൂസിങ് സോഷ്യൽ മീഡിയയിൽ അവരുടെ റെപ്യൂട്ടേഷൻ കളയുക, അല്ലെങ്കിൽ അവരെ പബ്ലിക്ലി ഹരാസ് ചെയ്യുക, ഇവരുടെ ഫ്രണ്ട്സിനെയും ഫാമിലീസിനെയൊക്കെ മാനിപ്പുലേറ്റ്, അവരുടെ സൈഡിൽ നിൽക്കാനായിട്ട് മാനിപ്പുലേറ്റ് ചെയ്യുക എന്നൊക്കെ ഉള്ളതാണ്. പിന്നെ വരുന്നത് സ്റ്റോക്കിംഗ് ആൻഡ് ഹറാസ്മെൻറ്റ്. അപ്പം ആ വ്യക്തിയെ സ്റ്റോക്ക് ചെയ്യുക, അവരെ ഫോളോ ചെയ്യുക, അവരുടെ ആക്ടിവിറ്റീസ് മോണിറ്റർ ചെയ്യുക, അവരെന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ അവരെ തന്നെ വളരെ ഒരു പെർസ്യൂട്ട് ചെയ്യുക എന്നുള്ള രീതിയിൽ ഒരു അൺവാണ്ടഡ് ആയിട്ടുള്ള ഒരു കോണ്ടാക്ട് കീപ്പ് ചെയ്യാനൊക്കെ അവർ ശ്രമിക്കുക എന്നുള്ളതാണ് ഈ ഒരു സ്റ്റോക്കിങ്ങിലേക്ക് വരുമ്പോൾ. പ്രോപ്പർട്ടി ഡാമേജ് അല്ലെങ്കിൽ തെഫ്റ്റ്, അവരുടെ ബിലോങ്ങിങ്സ് അവർ ഡാമേജ് ചെയ്യിക്കുക, അതിനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് റിവെഞ്ച്ഫുൾ ബിഹേവിയറിൽ വരുമ്പോൾ. പിന്നെ ഫിസിക്കൽ വയലൻസ്, അല്ലെങ്കിൽ ഇത് ചിലപ്പോൾ ചില അത്രയും റിജക്ഷൻ അത്രയും ഇൻറ്റൻസ് ആണ്, അല്ലെങ്കിൽ അവരുടെ പെയിൻ അത്രയും ഇൻറ്റൻസ് ആണെങ്കിൽ ഇറ്റ് ക്യാൻ ലീഡ് ടു ഫിസിക്കൽ അസോൾട്ട്, അല്ലെങ്കിൽ ഒരു ഫിസിക്കൽ വയലൻസിലേക്ക് വരെ, ഒരു ക്രിമിനൽ ബിഹേവിയറിലേക്ക് വരെ അത് പോകാമെന്നുള്ളതാണ്. അപ്പോൾ നമുക്കിതിനെ കോപ്പ് ചെയ്യാം. ഈ ഒരു സ്പോൺഡ് ലവിനെ എങ്ങനെ നമുക്ക് കോപ്പ് ചെയ്യാമെന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മളുടെ ഇമോഷണൽ പ്രോസസ്സിംഗ് ആണ് ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. കാരണം നമ്മളുടെ ഈ ഒരു ഇമോഷൻ അല്ലെങ്കിൽ ഈ ഒരു റിജക്ഷനെ നമ്മൾ അക്നോളജ് ചെയ്യാം, അല്ലെങ്കിൽ ആ ഒരു ബിട്രയൽ നമ്മൾ അക്നോളജ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു അക്സെപ്റ്റൻസിലേക്ക് വരണം എന്നുള്ളതാണ് ഫസ്റ്റ് തന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം. അത് ചെയ്താൽ മാത്രമാണ് നമുക്ക് ആ ഒരു
ടെർമോയിൽ ഇമോഷണൽ പെയിനിൽ നിന്ന് നമുക്ക് അത് ഓവർകം ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ യു ഹാവ് ടു സീക്ക് എ സപ്പോർട്ട്, യു ഹാവ് ടു സീക്ക് എ പ്രൊഫഷണൽ സപ്പോർട്ട്, ഒരു തെറാപ്പിസ്റ്റിന്, അല്ലെങ്കിൽ അതല്ല ഇൻറ്റൻസിറ്റി അനുസരിച്ച് യു ഷുഡ് ടോക്ക് ടു യുവർ ട്രസ്റ്റഡ് ഫ്രണ്ട്സിനോട് സംസാരിക്കുക എന്നുള്ളതാണ്. പക്ഷേ നമ്മളുടെ ഇൻറ്റൻസിറ്റി, ഇമോഷണൽ പെയിൻ ഇൻറ്റൻസിറ്റി അനുസരിച്ച്, സിവിയറിറ്റി അനുസരിച്ച് യു ഷുഡ് സീക്ക് എ പ്രൊഫഷണൽ സപ്പോർട്ട് എന്നുള്ളതാണ്. പിന്നെ ഫോക്കസ് ഓൺ യുവർ സെൽഫ്. നിങ്ങൾ തന്നെ ആ ഒരു ഇമോഷൻ പ്രോസസ്സ് ചെയ്യുന്ന സമയത്താണെങ്കിൽ ഇപ്പോൾ ആ ഒരു പേഴ്സൺ ഇറ്റ്സ് ദെയർ ചോയ്സ് ടു സേ എ നോ, അല്ലെങ്കിൽ ടു റിജക്റ്റ്, അല്ലെങ്കിൽ ആ ഫീലിങ്സ് അതുപോലെ തന്നെ റെസിപ്രോക്കേറ്റ് ചെയ്യണം. നമുക്ക് ഒരിക്കലും ഫോഴ്സ് ചെയ്യാൻ പറ്റില്ല. അത് അവരുടെ പേഴ്സണൽ ചോയ്സാണ്, അത് അവരുടെ ഇഷ്ടങ്ങളാണ്, നമുക്ക് അതിന് ഒരിക്കലും ചോദ്യം ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു സ്പേസ് നമ്മൾ റെസ്പെക്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ആ ഒരു തീരുമാനം, ആ ഒരു റിജക്ഷനെ നമ്മൾ അക്നോളജ് ചെയ്ത്, അപ്പോൾ അവരുടെ ഒരു സ്പേസിനെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇവിടെ ഉള്ളത്. അപ്പോൾ അവരുടെ പുറകെ വീണ്ടും ഫോളോ ചെയ്ത് പോകാതെ, അല്ലെങ്കിൽ അവരുടെ അൺവാണ്ടഡ് ആയിട്ടുള്ള കോണ്ടാക്ട് അവരായിട്ട് കീപ്പ് ചെയ്യാതിന് പകരമായിട്ട് നമ്മൾ തന്നെ ഫോക്കസ് ചെയ്യാം. അപ്പോൾ ഈ ഒരു സമയത്ത് നേരത്തെ പറഞ്ഞ പോലെ ഇൻസെക്യൂരിറ്റീസ് ഡെവലപ്പ് ആവും, വർത്ത്ലെസ്നെസ് ഫീൽ ഉണ്ടാവും. അപ്പോൾ നമ്മളുടെ വാലിഡേഷൻ നമ്മൾ തന്നെ തീരുമാനിക്കുക. സോ ആ ഒരു സമയത്ത് നമ്മളുടെ സെൽഫ് ഇംപ്രൂവ്മെൻറ്റ് ഫോക്കസ് ചെയ്യുക. യു ഷുഡ് ട്രാൻസ്ഫർ യുവർ എനർജി ടു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യുക. നിങ്ങളുടെ ഒരു പേഴ്സണൽ ഗോൾസ് ഫോക്കസ് ചെയ്യുക, പേഴ്സണൽ ഗ്രോത്ത് ഫോക്കസ് ചെയ്യുക, ഹോബീസ്, എക്സസൈസിൽ, പ്രോപ്പർ ഹെൽത്ത് നമ്മൾ ഫോക്കസ് ചെയ്തിട്ട് നമ്മളിൽ തന്നെ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് നമുക്ക് കൊണ്ടുവരാൻ പറ്റുകയാണെങ്കിൽ ഈ പറയുന്ന വാലിഡേഷനും ഇതുപോലത്തെ ഇൻസെക്യൂർ ഫീലിങ്സൊക്കെ ഒരുപാട് നമുക്കതിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതാണ്. താങ്ക് യു.